മാർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. മാർക്കോസ് 14:15. സജ്ജിതമായ ഒരു വലിയ മാളികമുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ഞാന് എന്റെ അടുത്ത് പറഞ്ഞപ്പോ വചനം പറയണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വന്നത് ഈ ഒരു വചനമാണ്. എനിക്ക് എന്റെ ഉള്ളിൽ വന്നത്, ഇൻസ്പിറേഷനായി വന്നത്. ഞാൻ കുറെ ഇതിനെ കൂട്ടി ധ്യാനിച്ചപ്പോ ഇപ്പോഴും ആ സമയത്ത് ഈ വചനം തന്നെയാണ് എന്റെ അടുത്ത് പറയണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷെ ഈ വചനം വളരെ സിമ്പിളാണ്, പക്ഷെ ഇത് പറഞ്ഞു തീർക്കാനായിട്ട് ഒരു ദിവസം തന്നെ വേണം. അത്രയ്ക്കധികം ഉണ്ട് ഈ ഒരു വചനത്തിനുള്ളിൽ. അതായത് ഇത് സജ്ജീകൃതമായ ഒരു മാളിക മുറി അവർ കാണിച്ചത്, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈശോ ആദ്യമായിട്ട് കുർബാന അർപ്പിക്കാണ്, ആത്മീയമായിട്ട് കുർബാന അർപ്പിക്കണം, അതായത് ബലി അർപ്പിക്കുക, ബലി അർപ്പിക്കാണ്. അതായത് വ്യാഴാഴ്ച വൈകുന്നേരം 9 മണി 9:30 ആകുമ്പോഴാണ് ഈ വ്യാഴാഴ്ച വൈകുന്നേരം 9 മണി 9:30 ഈ കുർബാന അർപ്പിക്കുന്നത്. ഈ യഹൂദ മതപ്രകാരം, യഹൂദ ട്രഡീഷൻ പ്രകാരം ഒരു ദിവസത്തിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയോടുകൂടി അവസാനിക്കും. ആ ഈവനിങ്ങോടുകൂടി അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വ്യാഴാഴ്ച 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ കുർബാന സ്ഥാപിച്ചതും യേശുവിന്റെ ശരിയായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ബലിയും നടന്നത് ഒരേ ദിവസം തന്നെയാണ്, വെള്ളിയാഴ്ച തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയാണ് ഈ ദിവസം തെരഞ്ഞെടുക്കാൻ കാര്യം. അപ്പോ ഈ ദിവസം തെരഞ്ഞെടുക്കുമ്പോൾ യേശു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2 പേരെ വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 പേര് പത്രോസും യോഹന്നാനാണ് വിടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടേന്ന് അതിന് മുന്നത്തെ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നാണ് യൂദാസിന്റെ വഞ്ചന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ 2 പേരെ മാത്രമേ വിട്ടുള്ളൂ. അത് 2 പേരെ വിടുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഒരാൾ കുടം വെള്ളം തലയിൽ വെച്ച് വരുന്നു പറയുന്നുണ്ട്. അന്നത്തെ ട്രഡീഷൻ പ്രകാരം വെള്ളം കൊണ്ടുവരുന്നത് പെണ്ണുങ്ങളാണെന്ന് നമ്മുടെ ഡാനിലിസം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും പ്ലാനിങ്ങോട് യേശു ചെയ്തിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂദാസ് അറിയാൻ പാടില്ല ഇത് ഇവിടെ നടക്കണമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ ചെയ്തത്. അന്നത്തെ ദിവസം മൊബൈലും ഇല്ല, വാട്സപ്പും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സഞ്ചേഴ്സ് വഴിയായിട്ട് ഇത് കാര്യങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ 2 പേരെ മാത്രം വിട്ടിട്ടുള്ളത്. യോഹന്നാനും പത്രോസും വിട്ടു ഇത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അവരടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഏതാ സ്ഥലം എന്നുള്ളത്. അവിടെ ഒരാൾ വരും, അയാളോട് ചോദിക്കുക, അയാൾ കാണിച്ചിരുന്ന പറഞ്ഞത്. അപ്പൊ ഇത് കാണിച്ചു തരുമ്പോ സാധാരണ ഒരു മുറിയല്ല, അത്യാവശ്യം വലുപ്പമുള്ള മുറിയാണ്. അന്നത്തെ കാലത്ത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് തെരഞ്ഞെടുത്തത്. അതായത് സാധാരണ ഒരു ഷെഡൊന്നല്ല, അവരെ കൊണ്ട് പറ്റുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആണ് അവർ തെരഞ്ഞെടുത്തത്, ഈശോ തെരഞ്ഞെടുത്തത്. അവരെന്നല്ല, ഈശോ തെരഞ്ഞെടുത്തത്. അതിനൊരു കാരണമുണ്ട്. കുർബാന അർപ്പിക്കുമ്പോ അത്രയും ബെസ്റ്റ് പ്ലേസിലായിരിക്കണമെന്ന് യേശുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഈ പള്ളി പണിയുന്ന എന്തിനാണ്? ഇത്ര വലിയ പള്ളി പണിയുന്നത് എന്തിനാണ് ഇത്ര വലിയ കപ്പകളെ പണിയുന്നത്? എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഇതൊക്കെ ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ, ഈശോ കാണിച്ചത് മാതൃക തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അല്ലാണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാശ് കാണിച്ച അഹങ്കാരം കാണിക്കുന്നതല്ല. കൃത്യമായി നമ്മുടെ കയ്യിൽ നിന്ന് എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ദൈവത്തിന് വേണ്ടി ചെയ്യണം. അതാണ് പള്ളി പണിയുന്നത്, മനസ്സിലാവണം. അപ്പൊ ഈശോ കാണിച്ചത് അത് തന്നെയാണ്. അവരെ കൊണ്ട് പറ്റാവുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആണ് അവർ ചെയ്തത്, യേശു ചെയ്തത്, സെലക്ട് ചെയ്തത്. അതുപോലെ നമ്മൾ ചെയ്യണം. നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ പള്ളി പണി, അല്ലെ? അതല്ല അതിന്റെ രീതി. അല്ലാണ്ട് നമ്മള് മറ്റുള്ളവർക്ക് വീടില്ല എന്ന് വെച്ചിട്ട് ഇവിടെ പള്ളി പണിയാണ്ടിരിക്കാൻ പാടില്ല. പക്ഷെ ഇത് പള്ളി പണിയുമ്പോ അവിടെ വീട് വെക്കണം. അതാണ് അതിന്റെ രീതി. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ വിളിച്ചു പറയുന്നില്ല, ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പള്ളി പണിയെ മാത്രം കുറ്റപ്പെടുത്തുന്നവരെ എന്റെ അടുത്ത് ഒരു കാര്യമില്ല. യൂദാസിന്റെ മാത്രമേ എനിക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വേറെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കാൻ കാരണം? യേശുവിനെ ഒറ്റുകൊടുക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണോ? അങ്ങനെ നമുക്ക് തോന്നില്ല. 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു അടിമേറെ വിലയാണ് 30 വെള്ളിക്കാശ്. ആ ഒരു വെള്ളിക്കാശിന് വേണ്ടി മാത്രമായിട്ട് യൂദാസിനെ ഒറ്റുകൊടുക്കില്ല. എന്നുവെച്ചാൽ അവൻ
പല പല സമയങ്ങളിൽ പണസഞ്ചിയിൽ നിന്ന് എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ യൂദാസിന് ആ പണസഞ്ചി എന്ന് പറയുന്നത് അതിനായിട്ടും കൂടുതലായിരിക്കും അവള് വീണോണ്ടിരിക്കുന്നുണ്ടാവുക. യേശു ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പണസഞ്ചി എടുക്കുന്ന പോവില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവൻ ചെയ്തത്? അവൻ ചെയ്തത് പൈസക്കോ അല്ലെങ്കിൽ അവരെ സഹായിക്കുമെന്ന് വെച്ചിട്ടല്ല. യേശുവിനെ അവര് പ്രതീക്ഷിച്ചത് എന്താണ്? രാജാവായിട്ട് പ്രതീക്ഷിച്ചത്. അപ്പൊ യേശുവിന്റെ രീതികൾക്ക് യേശുവിനെ രാജാവാക്കണം, യേശുവിനെ മിശിയാക്കണം എന്നുള്ള ഒരു ഒരു ഡിസ്റ്റോർട്ടഡ് തോട്ട്സ് കൊണ്ടാണ് ആളങ്ങൾ ചെയ്യാൻ കാരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോയെ വന്ന് ആക്രമിക്കും, അപ്പൊ ഈശോ തിരിച്ചാക്രമിക്കും, അപ്പൊ യേശുവിനെ മിശിയായിട്ട് അവരോധിക്കപ്പെടും എന്നുള്ള ഒരു ഡിസ്റ്റോർട്ടഡ്, അതായത് ശരിയായിട്ടുള്ള ചിന്താഗതി അല്ലാതെ സഹനത്തിലൂടെയാണ് ഈശോ രാജ്യം സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളില്. യെശയ്യായുടെ 51, 52, 53, 9 അദ്ദേഹത്തിന് പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ എതിരായിട്ടുള്ള ദൈവവചനത്തിന് എതിരായിട്ടാണ് യൂദാസ് ചിന്തിക്കുന്നത്. അത് ദൈവത്തിന്റെ തീരുമാനങ്ങളാണെങ്കിൽ പോലും ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ട് നമ്മള് ചെയ്യാൻ പാടില്ല ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ തീരുമാനം ഇതാണ്. അത് അവിടേക്ക് എത്തിക്കാനായിട്ട് ലക്ഷ്യം മാത്രം പ്രധാനമാണ്, മാർഗം പ്രധാനമല്ല എന്ന് പറയുന്നതിൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇതാണ് അതിന്റെ രീതി. മാർഗം അതുപോലെ തന്നെ ആയിരിക്കും, ലക്ഷ്യം അതുപോലെ തന്നെ ആയിരിക്കും. അതിന് മാറാൻ പാടില്ല. മാർഗം ഏതാണോ അത് ദൈവം പറഞ്ഞ മാർഗം ഏതാണോ അതിലൂടെ തന്നെ പോകണം, ലക്ഷ്യത്തേക്ക് എത്തുകയും ചെയ്യണം. അതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യതിചരിക്കാൻ പാടില്ല. പിന്നെ അനുസരണം കാണിക്കാനായിട്ട് മുന്നേ നന്ദി പറയുന്നത് വളരെ നല്ലതാണ്. അത് കുഷ്ഠരോഗിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നന്ദി പറയുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് അനുസരിക്കാം, കുഴപ്പമില്ല. അത് അനുസരിക്കണമെന്ന് തോന്നുമ്പോ അതിനർത്ഥം ഉള്ളില് എന്ത് വേണം? ബഹുമാനം വേണം. ഉള്ളിൽ ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുസരിക്കാൻ എന്നുള്ളൂ. ഈ അനുസരിക്കാൻ തൊട്ട് മുന്നാണ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്, നന്ദിയുള്ള സ്വഭാവം വരുന്നത്. അതിനായിട്ട് മുകളിലേക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് നന്ദിയുള്ള സ്വഭാവം, നന്ദി എന്ന് പറയാൻ തോന്നുക. അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ. പിന്നെ ഇവിടെ യൂദാസിന്റെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോ അതുപോലെ തന്നെയാണ് ചിലര്. എന്താ വെച്ച് കഴിഞ്ഞാൽ പള്ളി എന്ന് പറഞ്ഞത്, പള്ളിയിലെ അച്ഛന്മാരും കന്യാസിമാരൊക്കെ കുറ്റം പറയുന്നവരുണ്ട്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അവരൊക്കെ യൂദാസിന്റെ മാത്രം ഒരു കാറ്റഗറിയിലാപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നമ്മള് ഇത്രയ്ക്കും ഞാൻ ഈ വാക്കുകളൊക്കെ വളരെ സഭ്യതയോടെ പറയുന്നത്. ഇതിനായിട്ട് മോശമായിട്ടാണ് എന്റെ ഇമോഷൻസ് വരുന്നത്. പക്ഷെ അത് നമ്മള് ഇങ്ങനെ എന്താ പറയാ, നമുക്കത് അനുവദിക്കുന്നില്ല പറയാനായിട്ട്. ഈ പുഴുക്കുത്തുകൾ എന്ന് പറയാം, അതുപോലത്തെ അവസ്ഥകളാണ്. കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ എല്ലാ കാര്യങ്ങളും കുറ്റം പറയാം. അത് ശരിയായിട്ടുള്ള കാര്യമില്ല. എല്ലായിടത്തും മനുഷ്യന്മാരാണ്, പാപികളാണുള്ളത്. പാപികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പാപികൾക്ക് വേണ്ടിയിട്ടാണ് പള്ളിയുള്ളത്, അല്ലാണ്ട് വിശുദ്ധന്മാർക്കല്ല പള്ളിയുള്ളത്. വിശുദ്ധന്മാരാവാനാണ് പള്ളിയുള്ളത്, അല്ലെ? വിശുദ്ധന്മാരാവാനാണ് പള്ളിയുള്ളത്. പാപികൾക്കാണ് പള്ളി വേണ്ടത്, വിശുദ്ധന്മാർക്കല്ല. അപ്പോ പള്ളി പണിയുന്നതും പള്ളിയുടെ കാര്യങ്ങൾക്ക് നടക്കുന്നതും അവിടെ വരുന്നതും പാപികളാണ്. അവർക്ക് അവരുടെ വീക്ക്നെസ്സും അതൊക്കെ ഉണ്ടാവും. അത് സാധാരണ മനുഷ്യന്മാരുള്ളത് തന്നെയാണ്. അത് മാത്രം പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയാതിരിക്കുക. ഈ കത്തോലിക്ക സഭ വന്നിട്ടില്ലെങ്കിൽ എന്തായിരുന്നത് അവസ്ഥ? ഈ റോമൻ ഭരണം എന്നാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ഇന്നും കത്തോലിക്ക സഭ വന്നതുകൊണ്ടാണ് ഇന്ന് മെഡിസിൻ ഉള്ളത്, ഇന്ന് സയൻസ് ഡെവലപ്പ് ആയത്. എന്തെന്നാ ഇവരൊക്കെ ഇപ്പൊ ചിന്തിക്കണത്? ഒരു സാമൂഹിക അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത് കത്തോലിക്ക സഭക്കാരനാണ്. ഇവരൊക്കെ എവിടുന്ന് വരുന്ന എതിർന്ന ചരിത്രമോ ഒന്നും അറിയാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിൽ ഒരു അടിസ്ഥാനവും ഇല്ല. എല്ലാ കാലഘട്ടങ്ങളിലും ഈ പാഷണ്ടതും എല്ലാ കാര്യങ്ങളും ഉണ്ട് സഭ ഉള്ളിൽ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കത്തോലിക്ക സഭയാണ് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലാന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ചരിത്രം ഒരാൾക്കും അത് പറയാൻ പറ്റില്ല. അപ്പൊ കത്തോലിക്ക സഭയെ മാത്രം കുറ്റം പറയുന്ന കത്തോലിക്കരോട് എനിക്കൊന്ന് പറയാനുള്ളത്, യൂദാസ്മാരാവരുത്. മറ്റുള്ളവരുള്ളില് വിഷം കുത്തിവെക്കരുത്, പുഴുക്കുത്തുകളാവരുത്. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ. പിന്നെ നമ്മള് എന്തുകൊണ്ടാണ് ഈ സയൻസിന് ഞാൻ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയി കാണുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറയുമ്പോ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഇപ്പോഴത്തെ സംസാര രീതി. മറ്റേത് ഫിലോസഫിയാണ്. കുറച്ചു കാലം മുന്നേ ഫിലോസഫി ആയിരുന്നു. എന്നാണ് സയൻസ് വന്നത്. ആ സയൻസിന്റെ ഇത് വെച്ചിട്ടാണ്, ടൈംസ് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് സ്വീകാര്യത നമുക്ക് തോന്നണം.
അവർക്ക് തോന്നുന്നത് അതാണ് കുറച്ച് എവിഡൻഷ്യൽ ആയിട്ടുള്ള തോന്നുന്നത്. അപ്പൊ അതും ശരിയാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് ഫാക്റ്റാണ്, സയൻസ് ഫാക്റ്റാണ്. അപ്പോ ഈ സയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ സയൻസ് കൂടുതൽ പഠിക്കും തോറും, കൂടുതൽ കൂടുതൽ സയൻസ് ഡെവലപ്ഡ് ആവും തോറും ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയാണ്. സയൻസ് കൂടുതൽ ഡെവലപ്പ് ആവും തോറും, എത്രയ്ക്കും ഡെവലപ്പ് ആവുന്നു അത്രയ്ക്ക് ദൈവത്തിന്റെ ഈ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല. ഞാൻ നിരീശ്വരവാദി ആയിരുന്ന കാലത്ത് പോലും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഈ എന്താ പറയാ എവല്യൂഷൻ അല്ലെങ്കിൽ ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നിരീശ്വരവാദി എന്ന കാലത്ത് പോലും ഞാൻ സയൻസ് എനിക്ക് കുറച്ചറിയുള്ളൂ. ആ കാര്യം വെച്ചിട്ട് പോലും എനിക്ക് സയൻസ് ഈ പറഞ്ഞ ഈ എന്താ പറയാ പരിണാമസിദ്ധമൊന്നും എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതിനെ കുറിച്ച് അധികം പറയാണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ ഇതിന് സയൻസ് ഒരു കാര്യം പറയാൻ വെച്ചാൽ, നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും കുർബാനയില് രക്തവും ഈ മാംസമൊക്കെ ആവുന്നുണ്ടല്ലോ, ഈ അപ്പോസ്റ്റ്. അതിലൊരു പ്രത്യേകതയുണ്ട്. അതൊരു മനുഷ്യന്റെ ബ്ലഡാണ്, മനുഷ്യന്റെ ഹാർട്ടിന്റെ സെല്ലാണെന്നൊക്കെ പറയുന്നുണ്ട്. മാംസപീസ് പറയുന്നുണ്ട്, ജീവനോട് കൂടി ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിലൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാവർക്കും എന്ത് ക്രോമസോംസ് ഉണ്ട് ഇല്ലേ? 46 ക്രോമസോംസ് കൂടിയത് നമ്മൾ. അതിൽ ആണും പെണ്ണുമാക്കുന്നത് XY ആണ് പെണ്ണാക്കുന്നത്. ആണുങ്ങൾക്ക് XY ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് XX ഉണ്ടാവും. അപ്പോ 23 ക്രോമസോം അപ്പന്റെ കയ്യിൽ 23 ക്രോമസോം അമ്മയുടെ കയ്യിൽ കിട്ടിയിട്ടാണ് നമ്മൾ 46 ക്രോമസോംസ് നമുക്ക് ഉണ്ടാവുന്നത്. യേശുവിന്റെ ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതില് ഈ 23+1 24 ഉള്ളൂ. വൈ ഇല്ല അവിടെ, വൈ ക്രോമസോം ഇല്ല. ഒരു മനുഷ്യന്റെ ഉള്ളില് 46 ക്രോമസോം വേണം. പക്ഷെ ഈശോയുടെ ശരീരമാകുന്ന കുർബാനയിൽ കിട്ടുന്ന ആ മനുഷ്യ ശരീരത്തിനും ബ്ലഡിനും ഈ 46 ഇല്ല, 24 ഉള്ളൂ. അതെങ്ങനെ ഒരു മനുഷ്യൻ ആവാൻ പറ്റും? ഒരിക്കലും ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് സയൻസ് കൂടുതൽ ഡെവലപ്പ് ആവും തോറും യേശു മനുഷ്യനും ദൈവവുമാണെന്ന് പറയേണ്ട അവസ്ഥ വരുന്നത്. ഒരു മനുഷ്യൻ 46 ക്രോമസോം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാംസവും ബ്ലഡും എടുത്ത് നോക്കുമ്പോ അതിൽ 24 ക്രോമസോം ഉള്ളു. അതെങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റും? എങ്ങനെയാണ് ഒരു മനുഷ്യനായി പറ്റാം? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ സയൻസ് എത്ര ഡെവലപ്പ് ആവും തോറും ദൈവം യേശു ആണെന്നും ദൈവത്തിന്റെ ഈ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യണത്. യേശു ദൈവമാണെന്ന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ ഇതിലൊക്കെ നമുക്ക് ഇവർ 2 സ്റ്റേജ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, യേശു പ്ലാൻ ചെയ്തിട്ടാണ് കുർബാന ഉണ്ടാക്കിയത്. 2, യൂദാസന്മാരെ പോലെ ആവരുത്, ഈ പുഴുക്കുത്തുകളാവരുത്, കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് പുഴുക്കുത്തുകളാവരുത്. 3-ാമത്തെ കേസ്, സയൻസ് ഡെവലപ്പ് ആവും തോറും നമുക്ക് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എന്താണ് ഈ സുവിശേഷം എന്താണ്? ശരിക്കും സുവിശേഷം എന്താണ്? ലോകത്തിലെമ്പാടും പോയി പറയാൻ പറഞ്ഞ സുവിശേഷം എന്തുകൊണ്ടാണ് സുവിശേഷം അതിനെ പറയുന്നത്? നല്ല വിശേഷം, നല്ല നമ്മൾ സുവിശേഷം നല്ല വിശേഷം എന്നാണ് എന്റെ അർത്ഥം. പക്ഷെ എന്താണ് നല്ലത്? എന്താണ് അതിൽ നല്ലത്? ഒരാളെ തല്ലിക്കൊന്ന് കുരിശ് കയറ്റി കൊന്ന് രക്തമാണെന്ന് വെച്ചാൽ അതിൽ എന്താ നല്ലത്? അതിലെന്താ നല്ലത്? അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ശക്തി തന്നത് എന്താ നല്ലത്? നമുക്കൊരു കാര്യമുള്ളൂ, നമ്മളും സാത്താനും വന്നു വീണത് ഈ ശപിക്കപ്പെട്ട ഭൂമിയിലാണ്. നമ്മൾ കാരണമാണ് ഭൂമി ശപിക്കപ്പെട്ടായത്. അതായത് ആദത്തിന്റെ പാവം കൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടതായി. ആ ശപിക്കേണ്ട സ്ഥലത്താണ് സാത്താനെ വലിച്ചെറിഞ്ഞത്. അപ്പൊ സാത്താൻ നമ്മളെക്കാട്ടും വളരെ ശക്തിയാണ്, അവരുടെ കൂട്ടാളും വളരെ ശക്തിയുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലും പ്രശ്നങ്ങളുണ്ട്. അവരെ മാത്രമേ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ബലഹീനതകളുണ്ട്. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ ശരീരം പാപത്തിലേക്കാണ് ചായ്വ് കൂടുതൽ. അതിന് പ്രേരണ ശക്തിയാണ് ആര്? സാത്താൻ.
പ്രേരണ അവനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉള്ളിലത്തെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് മെയിനായിട്ട്. അവൻ ജസ്റ്റ് പ്രലോഭിപ്പിക്കുക ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രശ്നമാണ് പാപം ചെയ്യുന്നത്, നമ്മുടെ മാത്രം ഉത്തരവാദിത്തം. അപ്പോ ഈശോ എന്നുള്ള സുവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഈ പാപം ചെയ്ത് നമ്മുടെ പാപത്തിന് അടിമയായി സാത്താൻ അടിമയായി ജീവിക്കുമ്പോ അതിലൊരു പ്രശ്നമുണ്ട്. നമുക്ക് അടിമയായി ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അടിമയായി ജീവിക്കുന്തോറും നമ്മൾ സ്ട്രെസ് കൂടും, പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, സന്തോഷം ഉണ്ടാവില്ല. സുവിശേഷം എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ മരിച്ചത് കൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെട്ടു, സാത്താൻ അടിമത്തിൽ നമ്മൾ മോചിതരായി. ഇതാണ് സുവിശേഷം. ഇത് നേടിക്കഴിയുമ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുകയും ചെയ്യാണ്. ഇതാണ് സുവിശേഷം, ഇതാണ് നല്ല വാർത്ത അല്ലെ? ഇത് നല്ല വാർത്തയില്ലേ? യേശു മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാളുടെ പീഡാസനം നമുക്ക് നന്മയെ മാറുന്നത്? ഇങ്ങനെയാണ് നന്മയെ മാറുന്നത്. ആ പീഡാസനം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകും, നമ്മൾക്ക് നിത്യജീവൻ കിട്ടുകയും ചെയ്യും. നമ്മൾ നമുക്ക് വേണ്ടി സാത്താന്റെ പ്രൊട്ടക്ഷനും കിട്ടും, സാത്താനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് സുവിശേഷം. എന്താ വെച്ചാൽ കത്തോലിക്ക സഭ വരുന്നത് വരെ, ഇത്രയ്ക്കധികം 5 ലക്ഷം കുർബാനകൾ അർപ്പിക്കുന്നത് വരെ സാത്താൻ എത്രയ്ക്കധികം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇന്നും നമ്മളെ പോയി അന്വേഷിച്ചാൽ മതി. നോർത്ത് ഇന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ എത്രയ്ക്കധികം ആളുകളാണ് ഓരോ പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കുന്നത് നമുക്കറിയില്ല. അത് മനുഷ്യന്മാരെ പോലെ അല്ല ജീവിക്കുന്നത്, മനസ്സിലായോ? അപ്പോ ഇതാണ് അതിന്റെ സുവിശേഷം. നമ്മളെ പാപത്തിൽ നിന്ന് മോചനത്തിനുള്ള ദ്രവ്യമായിട്ടാണ് ഈശോന്റെ ബലി നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോ ഒരു കാര്യം പറയണ്ട, പക്ഷെ ഇനി 5 മിനിറ്റ് കൂടി വേണം. അപ്പൊ ഇതാണ് ഈശോയ്ക്ക് എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഈശോന്റെ അനുഗ്രഹം എല്ലാവരും കൂടി ഉണ്ടായിട്ട്. ഓക്കെ, നമുക്കൊരു നന്മ ചെല്ലാം. നമ്മറിമേ സ്വസ്തി താവങ്ങിലൂടെ സ്ത്രീകൾ അങ്ങന്റെ വീട്ടിലാണ്, അങ്ങയുടെ ഫലമായി ഈശോ അങ്ങേക്ക് വിടണം. പരിസമറിമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഇതാണ്